ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. റോമാലേഖനം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ദൈവശാസ്ത്രപരമായ ചിന്തകളാണ് പൗലോസ് പങ്കുവച്ചതെങ്കിൽ 12-ാം അധ്യായം മുതൽ വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒരു വിശ്വാസി പുലർത്തേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 13-ാം അധ്യായത്തിൽ അധികാരത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് മേലധികാരികളോടുണ്ടാവേണ്ട മനോഭാവം, അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത്, എല്ലാ അധികാരങ്ങളും മേലിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനാൽ അതിന് നമ്മൾ വിധേയപ്പെടണം. രണ്ടാമത് പറയുന്നു, അധികാരത്തോടെ എതിർക്കുന്നവൻ ദൈവിക ക്രമീകരണത്തോടാണ് എതിർക്കുന്നത്. മൂന്നാമത് പറയുന്നു, എതിർക്കുന്നവർ ശിക്ഷാർഹരാണ്. നാലാമത് പറയുന്നു, അധികാരിയെ ഭയപ്പെടുന്നതും എതിർക്കുന്നതും ആരാണ്? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നവരാണ് മേലധികാരികളെ ഭയപ്പെടുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നത്. അഞ്ചാമത് അദ്ദേഹം പറയുന്നു, ഒരു അധികാരി നമ്മുടെ നന്മയ്ക്കായുള്ള ദൈവിക ശുശ്രൂഷകരാണ്. അതിനു പുറമെ അധർമ്മികളുടെ മേൽ ദൈവകോപത്തിൻ്റെ പ്രതികാരം ചെയ്യുന്ന ശുശ്രൂഷകനുമാണ്. ആറാമത് പറയുന്നു, നമ്മുടെ മനസ്സാക്ഷി നിമിത്തവും ദൈവ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനും അധികാരികളോട് വിധേയത്വം പാലിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ അധികാരമുള്ളവരെ ദൈവിക ശുശ്രൂഷകരെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അർഹമായത് ക്രൈസ്തവൻ ചെയ്യണം. ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കണം, കരുതേണ്ടവനെ കരുതണം, വിധേയപ്പെടേണ്ടവന് വിധേയപ്പെടണം. അങ്ങനെ ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ആ ഓരോ വ്യക്തിക്ക് ലഭിച്ച അധികാരത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പൗലോസിഹായിക്കുണ്ട്. നമുക്ക് പലപ്പോഴും അദ്ദേഹം പറഞ്ഞ സത്യമാണ്, മേലധികാരികളെ പലപ്പോഴും നമ്മൾ എതിർക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലെ അവർ ചെയ്യുന്നില്ല. നമ്മുടെ ആശയത്തോട് യോജിക്കാതെ വരുമ്പോൾ നമ്മൾ എതിർക്കുന്ന രീതിയുണ്ട്. നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രകടമാക്കാം, പക്ഷെ അത് വ്യക്തിവിരോധത്തിലേക്കും അനുസരണക്കേടിലേക്കും നമ്മളെ വഴി നടത്താൻ പാടില്ല എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് സാമൂഹിക ജീവിതത്തിലായാലും അത് ആത്മീയ ജീവിതത്തിലായാലും ആ അധികാരത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതാരേലും അധികാരികളത് ദുർവിനിയോഗം ചെയ്താൽ ദൈവസന്നിധിയിൽ അവരതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരികയും ചെയ്യും. ഇനി 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള കൽപ്പനയാണ്. അതായത് ആദ്യത്തെ 10 കൽപ്പനകളിൽ ഉള്ളടക്കം യേശുക്രിസ്തു 2 കൽപ്പനകളിൽ അത് ചുരുക്കിത്തന്നു. ഒന്ന്, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം.
2, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ കൂട്ടുകാരനെ നീ സ്നേഹിക്കണം. 10 കൽപ്പനയിൽ ആദ്യത്തെ 4 കൽപ്പന ദൈവത്തെ സ്നേഹിക്കലാണ്. അവസാനത്തെ 6 കൽപ്പന മനുഷ്യനെ സ്നേഹിക്കലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും ആദ്യത്തെ 4 കൽപ്പനകൾ ലംഘിക്കാനാവില്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന ആർക്കും അവസാനത്തെ 6 കൽപ്പനകൾ ലംഘിക്കാനാവില്ല. രണ്ടും സ്നേഹമാണ്. ഒന്ന് ദൈവത്തോടുള്ള സ്നേഹവും 2 മനുഷ്യനോടുള്ള സ്നേഹവുമാണ്. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ അവസാനത്തെ 6 കൽപ്പനകളെ അതിൻ്റെ എല്ലാം ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ആ ഒറ്റ വചനത്തിൽ അടങ്ങിയിരിക്കുന്നതായി പറയുന്നു. യേശു 10 കൽപ്പനകളുടെ ഉള്ളടക്കം പറഞ്ഞു. ഇവിടെ പൗലോസ്ലീഹ മറ്റൊരു രീതിയിൽ പറയുന്ന അവസാനത്തെ 6 കൽപ്പനകളുടെ മനുഷ്യബന്ധത്തിലുള്ള കൽപ്പനകളുടെ അതെല്ലാം അടങ്ങിയിരിക്കുന്നത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നതിൽ അടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അയൽക്കാരനെ സ്നേഹിക്കുന്ന ആർക്കും അവസാനത്തെ 6 കൽപ്പന ലംഘിക്കാനാവില്ല എന്ന സത്യമാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത്. മറ്റൊന്ന്, അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് അയൽക്കാരന് കൊടുത്തു തീർക്കേണ്ട കടമാണ്. നമ്മളൊരാളോട് കടം മേടിച്ചാൽ അത് കൊടുത്തു തീർക്കുന്നിടം വരെ നമുക്ക് ഒരു ബാധ്യതയുണ്ട്. ഇതുപോലെയാണ് ഒരു സഹോദരനെ അല്ലെങ്കിൽ അയൽക്കാരനെ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ കടമുള്ളവരായി തീരുമെന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്. സ്നേഹമുള്ളിടത്ത് നമുക്കറിയാം ഉപദ്രവമില്ല, പ്രതികാര ഇച്ഛയില്ല, വിധേയത്വവും അല്ലെങ്കിൽ എന്തെങ്കിലും നൽകാനുള്ള മനോഭാവം മാത്രമേ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ രൂപാന്തരപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ ധരിക്കേണ്ടവരാണെന്നുള്ള ആശയമാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് നമ്മൾ നിദ്ര വിട്ട് ഉണരണം. ആ ദിവസമാകട്ടെ ഉണർന്നിരിപ്പീൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. നിദ്ര എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പ്രവർത്തനരഹിതമായ അവസ്ഥയെ സൂചിപ്പിക്കാനാണ്. അല്ല ഉറക്കത്തെ, വെറും ശാരീരികമായൊരു ഉറക്കത്തെക്കുറിച്ചല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ഉറങ്ങുന്നതിന് തുല്യമാണ്. ക്രൈസ്തവൻ എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കേണ്ടവനാണ്, അല്ലാതെ ഉറങ്ങേണ്ടവനല്ല. കാരണം രാത്രി മാറി പകൽ ആഗതമായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്നിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അന്ധകാരത്തിൻ്റേതായ പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാൻ അവകാശമില്ല. അതാണ് സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയ ആസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കരുത്. കാരണം നമ്മൾ സ്നാനമേൽക്കുമ്പോൾ പ്രകാശത്തിലേക്കാണ് വരുന്നത്. പ്രകാശത്തിൻ്റെ കൂദാശ എന്നാണ് പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് നമ്മൾ സംയോജിക്കപ്പെടുക ആൾ. ആ വെളിച്ചത്തോട് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. അപ്പം അതിന് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള ആ സർവായുധ വർഗം നമ്മൾ ധരിച്ചു. അതാണ് എഫേസ്യർ 6:19 പൗലോസ് പറഞ്ഞത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിനും ശക്തി പ്രാപിക്കണം. അപ്പോൾ സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള, എതിർക്കുവാനുള്ള, അന്ധകാര ശക്തികളെ എതിർക്കുവാനുള്ള ആയുധങ്ങളെ പറ്റി അവിടെ പിന്നെ പറയുന്നുണ്ട്. സത്യമെന്ന അരക്കെട്ട്, നീതി എന്ന കവചം, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന വാള്, സമാധാന സുവിശേഷനുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, റോമൻ പടയാളിയുടെ വേഷവിധാനങ്ങളൊക്കെ അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്രകാരം അന്ധകാര ശക്തികളോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടവരാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു.
രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഈ 13-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ഒന്ന്, മേലധികാരത്തോടുള്ള നമ്മുടെ വിധേയത്വം, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കണം. രണ്ട്, നാം സ്വയം ഉണർവോടുകൂടിയായിരുന്ന് പൈശാചിക ശക്തികളെ ഒക്കെ എതിർക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ പൂർണ്ണമായി സജ്ജമാക്കണം. ആ രീതിയിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെയും ക്രമീകരിക്കുവാൻ ഈ 13-ാം അധ്യായത്തിൻ്റെ വായനകളും ധ്യാനങ്ങളും നമ്മെ സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. നല്ല ഒരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.